السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. പ്രിയമുള്ള ഈ മർക്കസിലെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ ഖവാഇദ് അൽ അർബഅ എന്ന മഹത്തായ റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ ആദ്യത്തെ 2 ഖാഇദകളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ആദ്യത്തെ 2 അടിസ്ഥാന തത്വങ്ങൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവർ അള്ളാഹുവാണ് സ്രഷ്ടാവെന്നും കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച റബ്ബ് അവനാണെന്നും വിശ്വസിച്ചവരായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഷിർക്കായിരുന്നു എന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ ഷിർക്കായിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. രണ്ടാമത്തെ അടിസ്ഥാന തത്വം, അവർ അവരുടെ ഇലാഹുകളെ വിളിച്ചു തേടിയതും അവരോട് പ്രാർത്ഥിച്ചതുമെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയായിരുന്നു, അള്ളാഹുവിലേക്ക് അവരെ ഈ ഇലാഹുകൾ അടുപ്പിക്കാൻ വേണ്ടി. അതുപോലെ ശഫാഅത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇവരുടെ കാര്യങ്ങൾ ആ ഇലാഹുകൾ പറയാൻ, ഇലാഹുകളോട് ഇവർ പറയും, ഇലാഹുകൾ അള്ളാഹുവിനോട് അവരുടെ കാര്യം പറയും എന്ന നിലക്ക്. മൂന്നാമത്തെ ഖാഇദ, ഖാഇദത്തു الثالثة أن النبي صلى الله عليه وسلم ظهر على أناس متفرقين في عباداتهم، منهم من يعبد الملائكة ومنهم من يعبد الأنبياء والصالحين ومنهم من يعبد الأشجار والأحجار ومنهم من يعبد الشمس والقمر وقاتلهم رسول الله صلى الله عليه وسلم ولم يفرق بينهم. അതായത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറ അല ഉനാസിൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഒരു കൂട്ടരുടെ അരികിലേക്കാണ്. എങ്ങനെയുള്ളവരായിരുന്നു അവർ? മുതഫർരിഖീന ഫി ഇബാദാതിഹിം, അവരുടെ ഇബാദത്തുകളിൽ അവർ വേറിട്ട കാഴ്ചപ്പാടുകാരായിരുന്നു, പലതിനെയും ഇബാദത്ത് ചെയ്തവരായിരുന്നു. തഫർരിഖീന ഫി ഇബാദാതിഹിം, പലതിനെയും ഇബാദത്ത് ചെയ്ത ആളുകളായിരുന്നു. മിൻഹും മൻ യഅ്ബുദുൽ മലായിക, മലക്കുകൾ ആരാധിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വമിൻഹും മൻ യഅ്ബുദുൽ അംബിയാ വസ്സാലിഹീൻ, നബിമാരെയും സാലിഹുകളെയും, നബിമാരെയും നല്ല നല്ല ആളുകളെയും ആരാധിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. വമിൻഹും മൻ യഅ്ബുദുൽ അഷ്ജാറ വൽ അഹ്ജാർ, ഷജറിനെയും ഹജറിനെയും ആരാധിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അഥവാ ഷജർ മരം, ഹജർ കല്ല്, കല്ലിനെയും മരത്തെയൊക്കെ പൂജിച്ച ആളുകൾ അവരിലുണ്ടായിരുന്നു. വമിൻഹും മൻ യഅ്ബുദു ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചവർ അവരിലുണ്ടായിരുന്നു. വഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെല്ലാം യുദ്ധം ചെയ്തു. വലം യുഫർരിഖ് ബൈനഹും, അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിവ് കൽപ്പിച്ചില്ല. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ഷിർക്കിൽ പിന്നെ യാതൊരു സംശയവുമില്ല, ശരിയായ ഷിർക്കിന്റെ ആളുകളായിരുന്നു അവർ. നോക്കൂ, ഇത് ആണ് മൂന്നാമത്തെ ഖാഇദ. ചുരുക്കി പറഞ്ഞാൽ ഇത് ഷെയ്ഖുൽ ഇസ്ലാം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ, മുസ്ലിമീങ്ങളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന
ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ന്യായമാണ്. നിങ്ങൾ ഈ ഓതുന്ന ആയത്തും നിങ്ങൾ പറയുന്ന ഹദീസൊന്നും നമുക്ക് ബാധകമല്ല. അതൊക്കെ കല്ലിനെയും മരത്തിനെയും ബിംബത്തിനൊക്കെ പൂജിച്ച ആൾക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞതാണ്. അല്ലാതെ നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്? അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? നബിമാരെ, സാലിഹീങ്ങളെ. നബിമാരെ അവരുടെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നബിമാരോട് ചോദിക്കുന്നു. ഔലിയായിനോട് അവരുടെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരോട് ചോദിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ആയത്തും ഹദീസും ഒന്നും നമുക്ക് ബാധകമല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്, പാവങ്ങളായ പലരും കരുതിപ്പോരുന്നത്, മുശിരിക്കാകണമെങ്കിൽ ഒരു ബിംബമുണ്ടാക്കി അതിനെ ആരാധിച്ചാൽ മാത്രമേ ഒരാൾ മുശിരിക്കാകൂ എന്നാണ് പലരും കരുതിപ്പോരുന്നത്. പക്ഷെ അതിനിടയിൽ പറയാനുള്ള വേറൊരു വിഷയം, ഇവരിൽ പലർക്കും ബിംബമുണ്ട് എന്നുള്ളതാണ്. പറയുന്ന പലർക്കും ബിംബം തന്നെ ഉണ്ട്. ഏതാണ് ബിംബം? കെട്ടിപ്പൊക്കിയ ഖബറുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, നീ എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വസനാക്കല്ലേ, ബിംബമാക്കല്ലേ. വസൻ എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപമാകട്ടെ, ഏത് രൂപത്തെ ആരാധിച്ചാലും അത് വസനായി. അത് ഒരു മനുഷ്യന്റെ രൂപം അങ്ങനെ തന്നെ, നിൽക്കുന്ന മനുഷ്യന്റെ രൂപം അങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദി ഇബ്നു ഹാസിം റളിയല്ലാഹു അൻഹു നസ്രാനിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കുരിശിന്റെ മാലയും ഇട്ടിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ബിംബം എന്റെ കഴുത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പൊ കുരിശാണ്, അതിൽ കുരിശിൽ തറക്കപ്പെട്ട രൂപം കൊത്തിവച്ചിട്ടില്ലെങ്കിലും അതിനെ ആരാധിച്ചാൽ അത് ബിംബമാണ്. അപ്പോൾ ഈ ആളുകൾ, ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിനെ ബിംബമാക്കിയിട്ടുണ്ട്. ഖബറിനെ ആരാധിക്കുന്നവർ ആ ഖബറിനെ ഒരു ബിംബം പോലെ ആക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ അവിടുത്തെ എത്രയോ ഹദീസുകളിൽ ഖബറുകൾ കെട്ടിപ്പോക്കുന്നത് വിലക്കിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു യഹൂദികളെയും നസ്രാനികളെയും ശപിക്കട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുൻപ് അവിടുന്ന് പറയുന്നതായി കേട്ടു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. അലാ ഇന്ന മൻ കാന ഖബ്ലകും, ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾ അവരുടെ നബിമാരുടെയും സാലിഹുകളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കി, സുജൂദിന്റെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഫാത്തിന്റെ 5 ദിവസം മുൻപാണ്. നോക്കൂ, പിന്നെ ഈ നിയമം ദുർബലപ്പെടുത്തുന്ന, നസ്ഖ് ചെയ്യുന്ന യാതൊരു തെളിവും വന്നിട്ടില്ല. അവസാന സമയത്ത് പറയുന്നതാണ്. അതിന്റെ ഗൗരവം എത്രയാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണത്. ഒരു നേതാവിന്റെ വസിയ്യത്ത് തള്ളിക്കളഞ്ഞ അനുയായികൾ എങ്ങനെ ആ നേതാവിന്റെ യഥാർത്ഥ അനുയായികളാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുത്ത് പറഞ്ഞ നിയമമാണ്. ഇനി ഇതിന് മാറ്റമില്ല. മാത്രമല്ല, അവിടുന്ന് പറയുന്ന ശൈലി നോക്കൂ, നിങ്ങൾക്ക് മുൻപുള്ളവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ മുമ്പ് ചെയ്ത ആളുകളുടെ മോശം പ്രവൃത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞാൽ തന്നെ അത് നമ്മൾ ചെയ്യരുതെന്ന് ഇതിൽ നിന്ന് കിട്ടി. പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. അവിടുന്ന് പറയുകയാണ്, അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഒരിക്കലും ഖബറുകളെ മസ്ജിദുകളാക്കരുത്. പഴയ ആളുകളുടെ മോശം പ്രവൃത്തി എടുത്തു പറഞ്ഞു. അതോടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളിങ്ങനെ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിലക്കി തീർന്നില്ല.
വീണ്ടും പറയുന്നു ഇന്നി അൻഹാക്കും അൻ ദാലിക്, ഞാൻ നിങ്ങളോട് അത് വിലക്കുന്നു. സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഒരാൾക്ക് പിന്നെ ഇതിൽ സംശയിക്കാൻ സാധിക്കും? മാത്രമല്ല അതിന്റെ തുടക്കത്തിലെല്ലാം അല അല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ വിഷയത്തിന്റെ പ്രാധാന്യം ഊന്നിക്കൊണ്ട് അറിയണം, ശ്രദ്ധിക്കണം എന്നർത്ഥത്തിൽ. എത്ര പ്രാധാന്യമുള്ള വിഷയമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ എന്ന വാക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സമയത്ത് പറഞ്ഞിട്ടുള്ള വാക്കാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് ഇത് വിലക്കിയിട്ടുള്ളത് എന്ന് നോക്കൂ. ഭൂമിയിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും നികൃഷ്ടരായ രണ്ടു കൂട്ടരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അതിലൊന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് ഒരൊറ്റ മുഅ്മിനും ബാക്കി ഉണ്ടാവുകയില്ല. ഒരു കാറ്റ് വീശുകയും അത് കടന്നുപോകുന്ന സ്പർശിക്കുന്ന ഓരോ മുഅ്മിനും ഈമാനുള്ള എല്ലാവരും മരിച്ചു വീഴും. ഭൂമി അത് മുഴുവൻ ഖൈർ നിറഞ്ഞതായതിനു ശേഷം ഭൂമിയിൽ ഷർറില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മാത്രമായി എല്ലാ ബറക്കത്തുകളും ഭൂമിയിൽ നിറയുന്ന കാലം വരും. അതിനുശേഷം ഭൂമിയിലുള്ള നല്ലവരെല്ലാം മരണപ്പെടും. പിന്നെ ഏറ്റവും വൃത്തികെട്ട ആളുകളാണ് ഭൂമിയിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അവർ രണ്ടാമത്തെ കൂട്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെയാണ്? ഖബറുകൾ മസ്ജിദുകളാക്കുന്നവരെ. ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്, സഹീഹായ ഹദീസുകളാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ് ഇതിൽ അധികവും. എന്നിട്ടും ഈ ആളുകൾ ഇതിനെതിര് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായി ഇതിനെതിര് എത്ര ദർഗകൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാടുകളിൽ ഉണ്ട്. അവിടേക്കാണ് അവരുടെ ആവശ്യങ്ങളുമായി ചെല്ലുന്നത്, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ചെല്ലുന്നത്. ബിംബാരാധകൾ ബിംബങ്ങളുടെ അരികിലേക്ക് ചെല്ലുന്നത് പോലെ ആ വിശ്വാസത്തിൽ ചെല്ലുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു സിയാറത്തിന്, ഒരു സന്ദർശനത്തിന് ചെല്ലുന്ന ആളുകളുണ്ട്, ശരിയാണ്. അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന നിലക്ക് ചെല്ലുന്നവരുണ്ട്, ശരിയാണ്. അത് ബിദ്അത്താണ്. തേട്ടം ദുആ അള്ളാഹുവിനോടായതിനാൽ അവിടെ വെച്ച് ചെല്ലിയാൽ അതിന് പ്രത്യേകതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടെ ഖബറുകൾ മസ്ജിദുകളാക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലൊന്നും അവർ ഖബറിനോട് തേടുന്നവരാണ് എന്നില്ല. അപ്പോൾ ഖബറുകൾ മസ്ജിദുകളാക്കി അവിടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയപ്പെട്ട താക്കീതുകളെല്ലാം. അപ്പൊ പിന്നെ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് എന്തു പറയാം? സുബ്ഹാനല്ലാഹ്, ഒന്നാലോചിച്ച് നോക്കൂ. ഖബറുകൾ മസ്ജിദുകളാക്കി അള്ളാഹുവിനോടാണ് അവിടെ അവർ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ ഈ പറഞ്ഞ താക്കീതുകളും മുന്നറിയിപ്പുകളും ആക്ഷേപങ്ങളും എല്ലാം അവർക്ക് ബാധകമാണ്. അപ്പൊ പിന്നെ ഖബറാളിയോട് തേടുന്നവരുടെ സ്ഥിതി എന്താ? ഖബറാളിയോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. നസ്അലുല്ലാഹൽ ആഫിയത വസ്സലാമ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ബിംബത്തിനെ ആരാധിക്കുന്നവർക്കുള്ളതാണ് എന്ന് പറയുന്നു. പക്ഷേ അവരിൽ ആ പറയുന്ന ആളുകളിൽ തന്നെ പലരും ബിംബമായി ഖബറിനെ സ്വീകരിച്ചിരിക്കുന്നു. പല സ്ഥലങ്ങളിലും കാണാം ബഹുദൈവാരാധകരായ ശരിയായ ബിംബാരാധകരായ മറ്റു മതസ്ഥരുമായി കേസുകൂടി അവസാനം ദർഗ അവർക്ക് അങ്ങോട്ട് കിട്ടിയതും ഇവർക്ക് ഇങ്ങോട്ട് കിട്ടിയതുമൊക്കെ നമുക്ക് കാണാം. പല സ്ഥലത്തും സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. റോഡരികിലും മറ്റും കിടത്തിവെച്ചതിനെ ആരാധിക്കാത്ത ആളുകൾ നിർത്തിവെച്ചതിനെ ആരാധിക്കുന്നവർ കിടത്തിവെച്ചതിനെ പൂജിക്കുന്നത് കാണാം. ഇത് കേസ് കൂടിയിട്ട് കിട്ടിയതാണ്. ഉദാഹരണങ്ങൾ പലർക്കും അറിയുണ്ടാവും ഈ സദസ്സിൽ തന്നെ ഉള്ള ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ വാദം, അതായത് സാധാരണ ജനങ്ങളെ ശിർക്കിൽ തളച്ചിടാൻ ഇവരിൽ പലരും പറയുന്ന ഒരു വാദം എന്താണത്? ഖുർആനിലെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ശിർക്കിനെ എതിർക്കുന്ന ആയത്തുകൾ അതൊക്കെ ബിംബങ്ങൾ ആരാധിക്കുന്നവർക്കുള്ളതാണ് എന്നതിനുള്ള വ്യക്തമായ മറുപടിയാണ്. ഖുർആനിന്റെ വെളിച്ചത്തിലുള്ള, ഹദീസിന്റെ വെളിച്ചത്തിലുള്ള മറുപടിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഏത് ജനങ്ങളിലേക്കാണോ അവിടുത്തെ ദൗത്യവുമായി വന്നത് അവരെങ്ങനെയുള്ളവരായിരുന്നു? അവർ പലതിനെയും ആരാധിച്ചവരായിരുന്നു. മുതഫർരിഖീന ഫി ഇബാദാതിഹിം, അവരുടെ ഇബാദത്തുകളിൽ പലതിനെയും ആരാധിച്ചവരായിരുന്നു. മിൻഹും യഅ്ബുദുൽ മലായിക, മലക്കുകളെ ആരാധിച്ചവരുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ പടപ്പുകൾ, അള്ളാഹു പ്രകാശത്തിൽ നിന്ന് പടച്ച, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന മലക്കുകളാണ് അവർ ഇബാദത്ത് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ശിർക്കിൽ എന്തെങ്കിലും ഒരു കടുപ്പമില്ലായ്മ ഉണ്ടോ? ഇല്ല. ومنهم من يعبد الأنبياء والصالحين, നബിമാരെയും സാലിഹുകളെയും ഇബാദത്ത് ചെയ്തവർ അവരിൽ ഉണ്ടായിരുന്നു. അള്ളാഹു അവന്റെ ദീൻ പഠിപ്പിക്കാൻ അയച്ച നബിമാർ, അവരേറ്റവും നന്നായി പിൻപറ്റിയ സാലിഹുകൾ, നല്ല മനുഷ്യന്മാർ, അവരെ ആരാധിച്ചവർ. അതുകൊണ്ട് അവരെ ശിർക്കിന് എന്തെങ്കിലും ലാഘവത്വമുണ്ടോ? ഇല്ല. ومنهم من يعبد الأشجار والأحجار, ഷജറിനെയും ഹജറിനെയും മരങ്ങളെയും കല്ലുകളെയും ആരാധിച്ചവർ അവരിലുണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത കല്ലും മരവും, അള്ളാഹനെ ധിക്കരിക്കാത്ത. ومنهم من يعبد الشمس والقمر, സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചവർ അവരിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാവരെയും നേരിട്ടത് ഒരുപോലെയാണ്. والدليل قوله تعالى, അതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ആയത്താണ്. വഖാതിലുഹും, നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തോടൊപ്പമുള്ള മുഅ്മിനുകളോടും അള്ളാഹു കൽപ്പിക്കുന്നു, വഖാതിലുഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഹത്താ ലാ തകൂന ഫിത്ന, ഫിത്ന ഇല്ലാതാകുന്നതുവരേക്കും. ഇവിടെ ഫിത്ന എന്ന വാക്കിന്റെ വിശദീകരണമായി സഹാബത്ത് മുതലുള്ളവർ കൊടുത്ത വിശദീകരണം നമുക്ക് കാണാം. അവിടെ ഷിർക്കാണ് ഉദ്ദേശം. ഷിർക്ക് ഇല്ലാതാകുന്നതുവരെ ഭരണവും സൈന്യവും അധികാരവും ശക്തിയും എല്ലാമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും അള്ളാഹു കൽപ്പിക്കുന്നു. വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്, ദീൻ മുഴുവൻ അള്ളാഹുവിന് ആകുന്നതുവരെ. അവിടെ ആർക്ക് ആണ് പങ്ക് ജനങ്ങൾ ഇബാദത്തിൽ കൊടുക്കുന്നതെങ്കിലും അതില്ലാതാകുന്നതുവരെ അവരോട് പോരാടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അതൊരു നബിയാകട്ടെ ആരാകട്ടെ. കാരണം എന്താണ് സഹോദരങ്ങളെ? കാരണം എന്തെന്നാൽ ആര് ഇബാദത്ത് ചെയ്യുന്നു എന്നതല്ല, എന്തിനെ, മലക്കിനെ ആകട്ടെ, നബിയെ ആകട്ടെ, സാലിഹിനെ ആകട്ടെ, മരത്തെ ആകട്ടെ, കല്ലിനെ ആകട്ടെ, ഇതൊക്കെ ചെയ്യുന്നവന്റെ ഹൃദയം അതുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവുമായിട്ടല്ല. وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا. وَأَنَّ الْمَسَاجِدَ لِلَّهِ, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു തേടരുത്, മഅ അല്ലാഹി, അള്ളാഹുവോടൊപ്പം, അഹദൻ. എന്താണ് അഹദൻ? ഒരാളെയും. അഹദൻ എന്ന് അള്ളാഹു പറഞ്ഞതിൽ എല്ലാവരും ഉൾപ്പെട്ടു. ജീവനുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, നബിമാരാകട്ടെ, സാലിഹീങ്ങളാകട്ടെ, നല്ലവരാകട്ടെ, മോശക്കാരാകട്ടെ, ആരാകട്ടെ. അള്ളാഹു മുശ്രിക്കുകൾ വിളിച്ചു തേടുന്നവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അബ്വാസുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അംവാസുൻ, അവർ മരണപ്പെട്ടവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണ്. ഈ പദം പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. നേരത്തെ ജീവൻ ഉണ്ടായി മരിച്ചവരെ കുറിച്ചാണ് ഈ വാക്ക് പറയുക. മാത്രമല്ല പ്രത്യേകം അള്ളാഹു പറഞ്ഞു, അത് കൂടുതൽ വ്യക്തമാക്കുന്ന രൂപത്തിൽ, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുവരെ അവർക്ക് അറിയുകയില്ല. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ആരാണ്? ജീവനുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരെ ഇബാദത്ത് ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതാ വിലക്കിയിരിക്കുന്നു. ഇനി ഷെയ്ഖ് പറയുകയാണ്, വദലീലു ശംസി വൽ ഖമർ, സൂര്യന്റെയും ചന്ദ്രന്റെയും തെളിവ് എന്ന് പറഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചവർ അവരിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ ഈ വാക്കാണ്. തെളിവ് എവിടുന്നാണ്? ഖുർആനിൽ നിന്നാണ്. ഷെയ്ഖ് സ്വന്തം വകയായി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെങ്ങനെയാണ് ഈ ഹക്ക് പറയുന്നത് വഹാബിയത്താവുക? ഇത് പറയുന്നവർ വഹാബികളാവുക? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ദീനിലുള്ളതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്തെങ്കിലും പുതിയൊരു ദീൻ കൊണ്ടുവന്നു എന്നാരോപിക്കുന്നവർ അതിന് തെളിവ് കൊണ്ടുവരണം. എന്താണ് അദ്ദേഹം പുതുതായി പറഞ്ഞത്? ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലമില്ലാത്തത് അതല്ലേ പറയേണ്ടത്? അതല്ലേ ന്യായം? അതല്ലാത്തത് സാധാരണക്കാരെ വഞ്ചിക്കാനുള്ള അതിനുള്ള ചെപ്പടി വിദ്യയാണ്.
ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുക, അത് സഹോദരങ്ങളെ ബുദ്ധിയുള്ളവർ ഒരിക്കലും അങ്ങനെയുള്ളതിന്റെ പിന്നാലെ പോവുകയില്ല. അവർ തെളിവാണ് നോക്കുക. ودليل الشمس والقمر قوله تعالى ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. الله പറയുന്നു സൂറത്തു ഫുസ്സിലത്തിൽ 37-ാമത്തെ ആയത്തിൽ ومن آياته അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അല്ലാഹു ഏകനാണെന്നും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്നും അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണെന്നും ഉള്ള തെളിവിൽപ്പെട്ടതാണ്. അല്ലൈലു വന്നഹാറു രാവും പകലും, വശംസു വൽ ഖമർ സൂര്യനും ചന്ദ്രനും, ലാ തസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യരുത്, ലിശംസി സൂര്യന് സുജൂദ് ചെയ്യരുത്, വൽ ഖമർ വലാ ലിൽ ഖമർ ചന്ദ്രന് സുജൂദ് ചെയ്യരുത്, വസ്ജുദു ലില്ലാഹ് മറിച്ച് നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുക, അല്ലദീ ഖലഖഹുന്ന അവയെ സൃഷ്ടിച്ച അല്ലാഹുവിന്, ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ നിങ്ങൾ അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ വാക്കുകളാണെന്ന് നോക്കൂ അല്ലാഹുവിന്റെ വചനങ്ങൾ. അല്ലാഹു പറയുകയാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും. സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും മരങ്ങളും എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പടപ്പുകളെ അതിനു മുന്നിൽ സുജൂദ് ചെയ്യുക, അതിനു മുന്നിൽ തലകുനിക്കുക എന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് യോജിക്കുക? അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബല്ലാത്ത ഒരാൾക്ക് മുന്നിലും തലകുനിക്കാൻ പാടില്ല. തലകുനിച്ചു ബഹുമാനിക്കുക എന്നത് ഒരിക്കലും ഒരു പടപ്പിന് മുന്നിലും നമ്മൾ ചെയ്യരുത്. അത് എന്തിന്റെ പേരിലായാലും. ഇപ്പോൾ ചില ആയോധന കലകളൊക്കെ പഠിക്കുമ്പോൾ കാണാം ആളുകൾ പഠിപ്പിച്ചിരുന്ന ഉസ്താദിന് മുന്നിൽ ഒന്ന് തലകുനിക്കും. പാടില്ല. തലകുനിച്ച് ബഹുമാനം പ്രകടിപ്പിക്കരുത്, ഒരിക്കലും പാടില്ല. കടുത്ത തെറ്റാണ്. തമാശക്ക് പോലും അങ്ങനെ ചെയ്യരുത്. തമാശക്ക് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന പ്രവർത്തനം നമ്മൾ കാണിക്കുക? ചെയ്യരുത് സഹോദരങ്ങളെ, ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് കുറച്ച് നാളുകൾക്ക് മുൻപ് ജനങ്ങൾക്ക് ദീനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾപ്പെട്ട ഒരാൾ വെറുതെ തമാശയായി ഇപ്പോ ഹസ്തദാനം പാടില്ല എന്ന് ഈ രോഗപകർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിർദ്ദേശങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ അതുകൊണ്ട് തമാശയായി ഒരു പരിഹാസ രൂപത്തിൽ ഒരാളെ കണ്ടപ്പോൾ തലകുനിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. തൗഹീദ് പഠിച്ചിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഒരാൾക്ക് തൗഹീദ് മനസ്സിലാക്കിയ, തൗഹീദിന്റെ മഹത്വം അറിയുന്ന, ശിർക്ക് എത്രമാത്രം ഗൗരവപ്പെട്ട തിന്മയാണ്, അള്ളാഹു എത്ര വെറുക്കുന്ന കാര്യമാണതെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് തമാശക്ക് പോലും അങ്ങനെ ചെയ്യാൻ സാധിക്കുക? പാടില്ല സഹോദരങ്ങളെ. അത് അള്ളാഹു അല്ലാത്ത ഒരാളെയും തലകുനിച്ചു ബഹുമാനിക്കലോ കാൽക്കൽ വീഴലോ നമുക്ക് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഅമർതു അൽമർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ആരോടെങ്കിലും ആർക്ക് മുന്നിലെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിനോട് അവരുടെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചേനെ. കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പടപ്പുകളിൽ ഒരു മുസ്ലിം ഏറ്റവും ബഹുമാനിക്കുന്നത്. സഹാബത്ത് ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ബഹുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. പഴയ ശരീഅത്തുകളിൽ ഒരു ബഹുമാനത്തിന്റെ സുജൂദ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു അത് വിലക്കിയിരിക്കുന്നു. അതുകൊണ്ട് അത് പാടില്ല. ഇവിടെ നോക്കൂ, സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്. സൂര്യ നമസ്കാരം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോ ഈ യോഗ എന്ന് പറയുന്ന ആ ശിർക്കിന്റെ ആചാരത്തിന്റെ ഭാഗമായ കാര്യം, അതിൽ സൂര്യ നമസ്കാരമുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങളിൽ പലരും പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പരിഹസിച്ചു പറഞ്ഞു, എന്നാ പിന്നെ ചന്ദ്രനെ ഇവർക്കായാലും ഇവർക്ക് ചന്ദ്രൻ പറ്റുമായിരിക്കും, ചന്ദ്രകലയാണല്ലോ ഇവരടയാളം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, അത് സൂര്യനായതുകൊണ്ടാണോ നമുക്ക് പറ്റാത്തത്?
ഒരിക്കലും അത് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ പടപ്പാണത്. വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് മുന്നിൽ നീ സുജൂദ് ചെയ്യുക, അള്ളാഹുവിനെ നീ സുജൂദ് ചെയ്യുക. അവ സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിനാണ്. ഒരു ജന്തുവും ഇന്നുവരെ ഇത്ര ബുദ്ധിയുള്ള മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഒരു ജന്തു വേറൊരു ജന്തുവിന് മുന്നിൽ സുജൂദ് ചെയ്യുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന് മാത്രമേ സഹോദരങ്ങളെ സുജൂദ് ചെയ്യാവൂ. അവനല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നത് ഒരിക്കലും പാടില്ല. നിങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവന് സുജൂദ് ചെയ്യുക. സഹോദരങ്ങളെ, ഒന്നാലോചിച്ച് നോക്കുക. ഒരു പടപ്പിന്റെ മുന്നിൽ നമ്മൾ നിന്ന് തലകുനിച്ച് എന്നിട്ട് നീ എത്ര പരിശുദ്ധനാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഒന്നാലോചിച്ച് നോക്കൂ. എത്രമാത്രം വലിയ നിന്ദതയാണത്. അയാൾക്ക് മുന്നിൽ എത്ര വലിയ താഴ്മയാണത്. അതിനേക്കാളും വലിയ താഴ്മ എന്താണുള്ളത്? തലകുനിച്ച് അതിനേക്കാളും കൂടുതൽ നിലത്തു വീണ് ഏറ്റവും ശരീരത്തിലെ അഷറഫായ മേന്മയുള്ള അവയവങ്ങളിലൊന്ന് മുഖം, അത് നിലത്ത് വെച്ച്, കൈ രണ്ടും നിലത്ത് വെച്ച്, കാലുകൾ നിലത്ത് വെച്ച് ഒരു പടപ്പിനോട് നീ എത്ര പരിശുദ്ധനാണ്, നീ എന്റെ തെറ്റുകൾ പൊറുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന് മുന്നിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അക്കാര്യം നമ്മൾ ചിന്തിക്കുക. റബ്ബിന് മുന്നിൽ ആകാശഭൂമികളുടെ സൃഷ്ടാവായ, എല്ലാം നിയന്ത്രിക്കുന്ന, അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അങ്ങനെയുള്ള റബ്ബിന് മുന്നിൽ തലകുനിച്ച് നമ്മൾ പറയുകയാണ് സുബ്ഹാന റബ്ബിയൽ അളീം. അവന് മുന്നിൽ സുജൂദ് ചെയ്ത് നമ്മൾ പറയുന്നു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അതിനേക്കാൾ മഹത്തരമായ കാര്യം ഏതുണ്ട്? അള്ളാഹുവിന് മുന്നിൽ സുജൂദും റുകൂഉം ചെയ്യാൻ അള്ളാഹു പറഞ്ഞില്ല. പ്രത്യേകം നിസ്കരിക്കാൻ പറയുന്നത് പലപ്പോഴും ഇങ്ങനെ റുകൂഉം സുജൂദും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അള്ളാഹു നിസ്കാരത്തെ സൂചിപ്പിച്ചിട്ടില്ലേ? വർക്കഉ മഅർ റാക്കിഈൻ, റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ റുകൂഉ ചെയ്യൂ. വർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും, റബ്ബിന് നിങ്ങൾ റുകൂഉ ചെയ്യൂ, സുജൂദ് ചെയ്യൂ. നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണ് റുകൂഉം സുജൂദും. സുജൂദിനിടയിൽ നമ്മൾ ഇരിക്കുന്നു, അല്ലെ? റുകൂഇന് മുൻപ് നിൽക്കുന്നു, സുജൂദിലേക്ക് പോകാൻ വീണ്ടും നിൽക്കുന്നു. അതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ? റുകൂഇലേക്കും സുജൂദിലേക്കും പോകാനുള്ള ഒരുക്കങ്ങളാണ്. അതിനിടയിലുള്ള ഇരുത്തം, അതിനിടയിലുള്ള നൃത്തം എന്നതെല്ലാം സഹോദരങ്ങളെ, അള്ളാഹുവിന് മുന്നിൽ നമ്മൾ ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ മഹത്തരമായ പല ഹിക്മത്തുകളുമുണ്ട്. റബ്ബിന്റെ മുന്നിൽ അങ്ങേയറ്റം ഒരുവൻ താഴുക, റബ്ബിന്റെ യഥാർത്ഥ അടിമയാവുക, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഉയർച്ച. പടപ്പുകൾക്ക് മുന്നിൽ പടപ്പുകളുടെ അടിമയാവുക എന്നത് അതങ്ങേയറ്റത്തെ നിന്ദതയാണ്. എന്നാൽ നീ റബ്ബിന്റെ അബുദാവുക, അള്ളാഹുവിന്റെ താഴ്മയുള്ള അടിമയാവുക എന്നത് അങ്ങേയറ്റം വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെക്കുറിച്ച് ഏറെ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അബ്ദ് എന്ന് വിശേഷിപ്പിച്ചത്, അടിമയെന്ന് വിശേഷിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അങ്ങനെ പറയാനല്ലേ പറഞ്ഞത്? ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, നിങ്ങൾ ഈസാ നബിയെ നസ്രാനികൾ അമിതമായി പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത്, എന്നെ അമിതമായി പുകഴ്ത്തരുത്. വലാകിൻ ഖൂലു അബ്ദുല്ലാഹി വ റസൂലു, മറിച്ച് നിങ്ങൾ പറയുക അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണെന്ന്. അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് പറഞ്ഞാൽ അബ്ദുൻ ലാ യുഅബദ്. അള്ളാഹുവിന്റെ റസൂലാണ്, റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുൻ ലാ യുകദ്ദബ്. അബ്ദുൻ ലാ യുഅബദ്, റസൂലുൻ ലാ യുകദ്ദബ്. അള്ളാഹുവിന്റെ അടിമയാണ്, അടിമയെ ഇബാദത്ത് ചെയ്തുകൂടാ. അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ തിരുദൂതരാണ്. ആ തിരുദൂതരെ അംഗീകരിക്കാതിരുന്നുകൂടാ, നിഷേധിച്ചുകൂടാ, അനുസരിക്കണം, ബഹുമാനിക്കണം. നോക്കൂ, തൗഹീദും ഇത്തിബാഉം ആ വാക്കിൽ വന്നില്ലേ? യഹൂദികൾക്കും നസറാനികൾക്കും മറുപടി ആ വാക്കിൽ വന്നില്ലേ? യഹൂദികൾ അള്ളാഹുവിന്റെ നബിമാരെ പലരെയും നിഷേധിക്കുകയും പലരെയും കൊന്നുകളയുകയും വരെ ചെയ്തു. അവരുടെ റിസാലത്തിനോട് അവർ
അതിന് യാതൊരു വിലയും കൊടുത്തില്ല. നസ്രാനികൾ അവർ അള്ളാഹുവിന്റെ അടിമകളായ റസൂലുകളിൽ പലരെയും ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. അവർ അബ്ദുകളാണെന്ന കാര്യം യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിഞ്ഞില്ല, യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല. രണ്ടു കൂട്ടർക്കും മറുപടിയുണ്ട്, രണ്ട് വാക്കിൽ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. തന്റെ അബ്ദിനെയും കൊണ്ട്, തന്റെ അബ്ദിനെ രാത്രി യാത്ര ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഇസ്റാ അത് എത്ര മഹത്തരമായ സംഭവമാണ്. അത് പറയുമ്പോൾ അള്ളാഹു നബി വിശേഷിപ്പിച്ചത് എന്താണ്? അബ്ദ്, അള്ളാഹുവിന്റെ അടിമ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അബ്ദിന്, നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കൊണ്ടുവരൂ. അബ്ദ് എന്ന് വിശേഷിപ്പിച്ചു ഖുർആൻ അവതരിപ്പിച്ച കാര്യം പറയുമ്പോൾ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചപ്പോൾ തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. അല്ലാഹു എത്ര അനുഗ്രഹങ്ങൾ നിറഞ്ഞവനാണ്. ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിക്കുന്ന, അത് രണ്ടിനെയും വേർതിരിക്കുന്ന ഫുർഖാൻ തന്റെ അബ്ദിന് അവതരിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. അല്ലാഹുവിന്റെ അടിമ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരതാ അവിടെ മേൽക്കുമേൽ കൂട്ടം കൂടുന്നു. നിസ്കരിക്കാൻ നിൽക്കുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ അബ്ദ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുവിന് ഇഷ്ടമുള്ള രണ്ട് പേരുകൾ ഏതാണ്? അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിന്റെ അടിമ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, കാരണം നിന്റെ കുട്ടികൾ പൊതുവെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുക അവനവന്റെ പേരായിരിക്കും. ഒരു കാലം വരെ കുട്ടികൾ ഞാൻ വരെ പറയില്ല, പേരായിരിക്കും പറയാം. അവന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും അവൻ വിശേഷിപ്പിക്കുക. അപ്പോൾ തന്നെ അവൻ അറിയട്ടെ അവനൊരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ അടിമയാണ് അവൻ എന്നവൻ മനസ്സിലാക്കട്ടെ. അതാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ അബ്ദാവുക എന്നത് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. നീ അത് മനസ്സിൽ ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അങ്ങേയറ്റം താഴ്മയുള്ള അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ കാണാം, അസ്സയ്യിദു അല്ലാഹ്, അള്ളാഹുവാണ് അസ്സയ്യിദ്, യഥാർത്ഥ യജമാനൻ അള്ളാഹുവാണ്. അവന്റെ അടിമയാണ് നമ്മൾ, അടിമകളാണ് നമ്മൾ. ഒരു മനുഷ്യരുടെ അടിമകളായി മനുഷ്യരുണ്ടാകാറുണ്ടല്ലോ അടിമ സമ്പ്രദായത്തിൽ. എത്ര ഈ അടിമയെ സംബന്ധിച്ചിടത്തോളം യജമാനം പറയുന്നതല്ലാതെ അയാൾക്ക് വേറൊന്നുമില്ല. അയാൾക്ക് സ്വന്തം സ്വത്തില്ല. അയാൾക്ക് യജമാനം പറയുന്ന ജോലിയാണ്, യജമാനം തൃപ്തിപ്പെടുത്തലാണ് അയാളുടെ ജോലി. സുബ്ഹാനല്ലാഹ്. ആ യജമാനൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ ഈ അടിമക്ക് ചെയ്തു കൊടുക്കുന്നത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ്. അയാളുടെ പല കാര്യങ്ങളും ഈ യജമാനന്റെ കയ്യിലല്ല. എന്നാൽ നിന്റെ സ്രഷ്ടാവായ, നിന്നെ നിയന്ത്രിക്കുന്ന എല്ലാ നിഅമത്തുകളും നിനക്ക് നൽകിയ സ്വർഗം നിനക്ക് ലഭിക്കണമെന്ന്, നൽകണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ റബ്ബ്, ആ റബ്ബിന്റെ യഥാർത്ഥ അബ്ദാവുക. അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ അവർ ഒരിക്കലും അവരുടെ ശിരസ് റബ്ബിന് വേണ്ടിയല്ലാതെ, റബ്ബിന് മുന്നിലല്ലാതെ കുനിക്കുകയില്ല, താഴ്ത്തുകയില്ല. അത് സഹോദരങ്ങളെ ഏറ്റവും വലിയ അന്തസ്സാണ്, ഏറ്റവും വലിയ അഭിമാനമാണ്. സഹാബിമാരിൽ ചിലർ അവർ വലിയ ചില പേർഷ്യൻ സാമ്രാജ്യങ്ങളുമായൊക്കെ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ശത്രുക്കളുമായി സംഭാഷണത്തിന് പോയ ചില സഹാബിമാർ അവരോട് പറഞ്ഞത് കാണാം, നിങ്ങൾ ആരാണ്? അവർ മുസ്ലിമീങ്ങൾ തങ്ങളെ പരിചയപ്പെടുത്തിയത് തന്നെ എന്താണ്? ഞങ്ങൾ മനുഷ്യരെ ഇബാദത്തുൽ ഇബാദിൽ നിന്ന് ഇബാദത്തു റബ്ബിൽ ഇബാദിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അടിമകളെ, പടപ്പുകളെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും, പടപ്പുകളെ അടിമകളായിരിക്കുന്നതിൽ നിന്നും, പടപ്പുകളുടെ എല്ലാം റബ്ബായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാവുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതിലേക്ക് ജനങ്ങളെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അത് അങ്ങേയറ്റം മഹത്വമുള്ള കാര്യമാണ്. വദലീലുൽ മലായിക, മലക്കുകൾക്കുള്ള തെളിവ്, അഥവാ മലക്കുകളെ അവർ ഇബാദത്ത് ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവ്. ഖൗലുഹു തആല വലാ യഅമുറകും അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യിന അർബാബ. സൂറത്ത് ആല ഇംറാനിലെ 80-ാമത്തെ ആയത്താണിത്. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ നന്നായി പഠിച്ചു വെക്കേണ്ട
ഒരു ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: മാ കാന ലിബശരിൻ അൻ യുഅതിയഹു അല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون ولا يأمركم أن تتخذوا الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. റബ്ബ് പറയുകയാണ്, മാ കാന ലിബശരിൻ, ഒരു മനുഷ്യനും പാടില്ല, ഒരിക്കലും യോജിക്കുകയില്ല, അൻ യുഅതിയഹു അല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ, അല്ലാഹു പ്രവാചകത്വവും ഗ്രന്ഥവും വിജ്ഞാനവുമെല്ലാം അള്ളാഹു ഒരാൾക്ക് നൽകുക, അള്ളാഹു ഒരാളെ നബിയാക്കി. എന്നിട്ട് സുമ്മ യഖൂല ലിന്നാസ്, ആ നബി ജനങ്ങളോട് പറയുക എന്നതൊരിക്കലും ഉണ്ടാവുകയില്ല. എന്ത് പറയുക ഉണ്ടാവുകയില്ല എന്നാണ്? കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ എന്റെ അടിമകളാവൂ. ഇതൊരു നബി പറയുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല. നബിമാരെ ഇലാഹുകളാക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഈ ആയത്ത്. സുബ്ഹാനല്ലാഹ്. വലാകിൻ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂന അൽകിതാബ വബിമാ കുൻതും തദ്റുസൂൻ, നിങ്ങൾ കിതാബ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നതുകൊണ്ട് നിങ്ങൾ റബ്ബാനികളാവുക. അള്ളാഹുവിലേക്ക് നയിക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള വിജ്ഞാനം അവരെ ആദ്യമായി പഠിപ്പിച്ച് പിന്നെ ആവശ്യമുള്ളത് പിന്നെ പഠിപ്പിച്ച് അവരെ പടിപടിയായി കൊണ്ടുവരുന്നവരാവുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ് തൊട്ടടുത്ത ആയത്തിൽ, വലാ യഅ്മുറക്കും, ഒരിക്കലും ആ റസൂൽ നിങ്ങളോട് കൽപ്പിക്കുകയില്ല, നബി കൽപ്പിക്കുകയില്ല, അല്ലാഹു കൽപ്പിക്കുകയില്ല, നബി കൽപ്പിക്കുകയില്ല, അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബ, മലക്കുകളെയും നബിമാരെയും റബ്ബുകളായി സ്വീകരിക്കുക എന്നത് ഒരിക്കലും നബി കൽപ്പിക്കുകയില്ല. അയഅ്മുറുക്കും ബിൽ കുഫ്രി, ഒരു കുഫർ ഒരു നബി നിങ്ങളോട് കൽപ്പിക്കുകയോ, ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായതിനു ശേഷം. നോക്കൂ, നബിമാരെ, മലായിക്കത്തുകളെ, അവരെ ഇബാദത്ത് ചെയ്യുക എന്നത് കുഫറാണ് എന്ന് അള്ളാഹുവാണ് പറയുന്നത്. മലക്കുകളെ ഇബാദത്ത് ചെയ്തിരുന്നവർ അവരിൽ ഉണ്ടായിരുന്നു എന്നതിനും ഈ ആയത്ത് തെളിവാണ്. അതിന് വേറെയും ആയത്തുകളുണ്ട്. അവർ മലായിക്കത്തുകളെ ഇലാഹുകളാക്കി എന്നത് തെളിയിക്കുന്ന വേറെയും ആയത്തുകൾ നമുക്ക് കാണാം. വദലീലുൽ അംബിയ, നബിമാർക്കുള്ള തെളിവ്, അഥവാ നബിമാരെയും മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു എന്നതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 116-ാമത്തെ ആയത്ത്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ് ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. وإذ قال الله പറയുന്ന സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം, അല്ലാഹു ഈസാ നബിയോട് പറഞ്ഞ സന്ദർഭം, യാ ഈസ ഇബ്നു മറിയം, ഓ മറിയമിന്റെ മകൻ ഈസ, അഅൻത ഖുൽത ലിന്നാസ്, താങ്കളാണോ ജനങ്ങളോട് പറഞ്ഞത്, ഇത്തഖിദൂനി, നിങ്ങൾ എന്നെ സ്വീകരിക്കൂ, വ ഉമ്മിയ, എന്റെ ഉമ്മയെയും സ്വീകരിക്കൂ, ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള രണ്ട് ഇലാഹുകളായി, ആരാധ്യന്മാരായി എന്നെയും എൻ്റെ ഉമ്മയെയും, ഈസാ നബിയെയും ഉമ്മ മറിയമിനെയും സ്വീകരിക്കൂ എന്ന് താങ്കളാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് അള്ളാഹു ഈസാ നബിയോട് ചോദിച്ച സന്ദർഭം. ഖാല സുബ്ഹാനക്, ഈസാ നബി പറയുന്നു, സുബ്ഹാനക്, അല്ലാഹുവേ സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, മാ യകൂനു ലി, എനിക്ക് ആവതല്ല, അൻ അഖൂല, എനിക്ക് പറയാവതല്ല, മാ ലൈസ ലി ബിഹഖ്, എനിക്ക് അവകാശമില്ലാത്തത്, എനിക്ക് പാടില്ലാത്തത്, അർഹതയില്ലാത്തത് ഒരിക്കലും ഞാൻ പറയാവതല്ല. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ എന്താണോ പറഞ്ഞത് എന്ന് നിനക്കറിയാം. തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്കറിയാം. വലാ അഅലമു മാ ഫീ നഫ്സിക്, എന്നാൽ നിന്റെ നഫ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും നീ എല്ലാ ഗൈബും, എല്ലാ മറഞ്ഞ കാര്യവും അറിയുന്നവനാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ പിതാവില്ലാതെ മറിയമിലുണ്ടായ അത്ഭുതകരമായി ജനിച്ച
ഉലുൽ അസ്മുകളിൽപ്പെട്ട നബിയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബിയെ ഇബാദത്ത് ചെയ്തവരുടെ സ്ഥിതി എന്താ? അള്ളാഹുവിൽ എന്ത് സ്ഥാനമാണ് അവർക്കുള്ളത്? അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളെയാണ് അവർ ഇബാദത്ത് ചെയ്തത് എന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇളവുണ്ടോ? ഒരിക്കലുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ എത്രയാണ് നസ്രാനികൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത്? അവരെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എത്രയുണ്ട്? അവരോടുള്ള ചോദ്യങ്ങൾ എത്രയുണ്ട്? ആ ഈസാ നബിയെ ഇബാദത്ത് ചെയ്തവൻ അവൻ നരകത്തിൽ നാളെ ശാശ്വതനാണെങ്കിൽ ബാക്കിയുള്ളവരെ ഇബാദത്ത് ചെയ്തവരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ജനത, നബിമാരെ ഇബാദത്ത് ചെയ്തവർ അവരിലുണ്ടായിരുന്നു. അതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബാദത്ത് ചെയ്തിരുന്നവർ അവരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്രാനികളായ രാജാക്കന്മാർക്ക് പലർക്കും കത്തയച്ചിട്ടുണ്ട്. റോമുകാരുടെ ഭരണാധികാരിയായിരുന്ന ഹെറക്കലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? മിൻ മുഹമ്മദിൻ അബ്ദുല്ലാഹി വറസൂലിഹി ഇലാ ഹെറഖൽ അളീമിർ റൂം അസ്ലിം തസ്ലം يؤتك الله أجرك مرتين وإن توليت فإن عليك اسم الأريسيين ويا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഉൾപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് ഹെറഖലിന് നബി അയച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം റോമക്കാരുടെ തലവനായ ഹെറഖലിന് അസ്ലിം, നീ മുസ്ലിം ആവുക, തസ്ലം, എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. അതല്ല, നീ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിന്റെ പ്രജകളായ ഒരുപാട് കർഷകരുണ്ട്, അവരുടെ കുറ്റവും നിനക്കുണ്ടാകും. നീ മുസ്ലിം ആവുകയാണെങ്കിൽ യുഅ്തിക അല്ലാഹു അജ്റക മർറതൈൻ, നിനക്ക് 2 തവണ അള്ളാഹു പ്രതിഫലം നൽകും. വല്ലാഹു അലം. അത് ഒരുപക്ഷെ അയാൾ അഹ്ലുൽ കിതാബിൽപ്പെട്ടയാൾ ആയതുകൊണ്ടാവാം. പല പണ്ഡിതന്മാരും അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അയാൾ മുസ്ലിം ആയാൽ അയാളുടെ അനുയായികൾ കൂടി മുസ്ലിമാകും എന്നതുകൊണ്ടാവാം ആ വാക്ക്. അഹ്ലുൽ കിതാബിൽ പഴയ നബിമാരിൽ വിശ്വസിക്കുകയും എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഒരാൾ വിശ്വസിക്കുകയും ചെയ്താൽ അയാൾക്ക് 2 പ്രതിഫലം ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എഴുത്തിലൂടെ അയാൾ ഓർമ്മിപ്പിക്കുകയാണ്. യാ അഹ്ലൽ കിതാബ്, ഓ അഹ്ലുൽ കിതാബ്, അള്ളാഹുവിന്റെ കിതാബ്, മുമ്പുള്ള കിതാബ് നൽകപ്പെട്ടവരെ, തആലൂ, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരൂ. അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കുകയില്ല എന്നതിലേക്ക്. നമുക്ക് 2 കൂട്ടർക്ക് യോജിക്കാവുന്ന കാര്യമാണ്. വലാ നുശ്രിക ബിഹി ശൈഅ, അവനിൽ ഒന്നിലെയും നമ്മൾ പങ്കുചേർക്കുകയില്ല എന്നതിലേക്ക് വരൂ. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ്, നമ്മളിൽ ചിലർ മറ്റു ചിലരെ റബ്ബുകളാക്കി സ്വീകരിക്കുകയില്ല എന്നതിലേക്ക് വരൂ നിങ്ങൾ. ഇത് നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളൂ. ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. അല്ലാഹു അവരോട്, യഹൂദി നസ്രാനികളോട് പറയാൻ കൽപ്പിച്ചു, ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? വഹുവ റബ്ബുന വറബ്ബുക്കും, അവനാണ് ഞങ്ങളുടെ റബ്ബ് നിങ്ങളുടെയും റബ്ബ്. വലന അഅമാലുന വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഈ പറഞ്ഞ 2 കാര്യത്തിന് നമ്മൾ 2 കൂട്ടർ ഒരുപോലെ. ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്, അവന് ഇഖ്ലാസ് ഉള്ളവരാണ്. അവിടെ നിങ്ങൾ പറഞ്ഞില്ല, അവിടെ നിങ്ങൾ എന്ന് പറഞ്ഞില്ല. വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ നബിമാരെ ഇബാദത്ത് ചെയ്തവർക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും മുശ്രിക്കുകളുടെ ഗണത്തിലാണ് പരിഗണിച്ചത്. അവർ കിതാബിന്റെ ആളുകളാണ് എന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു കൊടുത്ത ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ അവരും യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്തവർ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും ശിർക്ക് ചെയ്ത ആളുകളുടെ ഗണത്തിലാണ് പരിഗണിച്ചിട്ടുള്ളത്. വദലീലു സാലിഹീൻ, ഇനി നോക്കൂ, സാലിഹുകളായ ആളുകളെ, നബിമാർക്ക് പുറമെ ഉള്ള സാലിഹുകളായ നല്ലവരായ ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്തെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ വചനം, ഉലൈക الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه. സൂറത്തുൽ ഇസ്രായിലെ 57ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു പറയുന്നത്? ശ്രദ്ധിക്കുക. ഉലൈക الذين يدعون, ഇവർ ഈ വിളിച്ചു തേടുന്ന ആളുകൾ. ഇവരാരെയാണ് വിളിച്ചു തേടുന്നത്? അവരെന്താണ് ചെയ്യുന്നത്? ഇവരാരെയാണ് വിളിക്കുന്നത്? അവരെന്താണ് ചെയ്യുന്നത്? യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരവരുടെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗം അന്വേഷിക്കുകയാണ്. അയ്യുഹും അഖ്റബ്, ആരാണ് ഏറ്റവും റബ്ബിലേക്ക് അടുക്കുകയെന്ന്. വയർജൂന റഹ്മത, അവർ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ്. വയഖാഫൂന അസാബ, അവർ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ്. ഉസൈറിനെ, മലായികത്തിനെ ഒക്കെ ആരാധിച്ചവരെ കുറിച്ചാണ് ഈ ആയത്ത് എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം. വേറൊരു തഫ്സീർ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ചില ആളുകൾ, മുശ്രിക്കുകൾ, ജിന്നുകളെ ആരാധിച്ചു. ആ ജിന്നുകളാകട്ടെ മുസ്ലിമീങ്ങളായി. അവരെ അതറിയാതെ വീണ്ടും അവരെ തന്നെ ആരാധിക്കുകയാണ്. കാരണം ഇത് കാണൂലല്ലോ. ജിന്നുകളായ ചിലരെ മനുഷ്യരായ ചിലർ ആരാധിച്ചു, അവർ മുസ്ലിമീങ്ങളായി. ഈ ഖൗമിന് ഇത് മനസ്സിലായില്ല. അവർ വീണ്ടും അവരെ തന്നെ ആരാധിക്കുകയാണ്. അവർ സാലിഹികളായ ആളുകളായി മാറി. ഇങ്ങനെ സാലിഹീങ്ങളായ ആളുകളെ, ചുരുക്കി പറഞ്ഞാൽ നബിമാരല്ലാത്ത സാലിഹികളായ ആളുകളെ ആരാധിച്ചവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുശ്രിക്കുകളിൽ നിന്ന് മാറ്റി നിർത്തിയില്ല. നിങ്ങൾ നല്ല നല്ല ആളുകളല്ലേ ആരാധിക്കുന്നത്, അവർ കല്ലിനെയും മരത്തിനൊക്കെ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ സാലിഹീങ്ങളെ, നബിമാരെ ആരാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കൂട്ടരെയും മാറ്റി നിർത്തിയോ? ഒരിക്കലുമില്ല. എല്ലാം ശിർക്കാണ്. കാരണം അവർ ഇബാദത്തിന്റെ ഹൃദയവുമായി അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവരുടെ കൽബ് ഹജറിലേക്ക് തിരിഞ്ഞവൻ ഇബാദത്തുമായി ഹജറിലേക്ക് തിരിഞ്ഞു. നബിയിലേക്ക് തിരിഞ്ഞവൻ, അവന്റെ ഹൃദയം ഇബാദത്തുമായി ആ നബിയിലേക്ക് തിരിഞ്ഞു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഹൃദയമാണ്, ഹൃദയത്തിൽ എന്താണ് ഉള്ളത് അതിനനുസരിച്ചാണ് അമലുകൾ, അത് എന്താണെന്ന് തീരുമാനിക്കപ്പെടുക, അതിനനുസരിച്ചാണ്. വദലീലു അൽ അഹ്ജാരി വൽ അഹ്ജാർ, വദലീലു അൽ അഹ്ജാരി വൽ അഹ്ജാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്ന മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഷജറിനെയും ഹജറിനെയും, മരത്തെയും കല്ലിനെയും ഒക്കെ ആരാധിച്ചവർ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് ഖൗലുഹു തആല അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى, സൂറത്തുൽ നജ്മിലെ ആയത്ത്. ഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയും ഉസ്സയും നീ കണ്ടില്ലേ, എനിക്ക് പറഞ്ഞു തരൂ എന്താണത്. വമനാത الثالثة الأخرى, മൂന്നാമതായി മറ്റൊരു മനാത്തയും. ഇതിൽ ലാത്ത് എന്നത് ഇലാഹ് എന്ന പേരിൽ അവർ അള്ളാഹുവിന്റെ പേരിൽ മാറ്റം വരുത്തി ലാത്ത് എന്നാക്കിയതാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. അതുപോലെ മുമ്പ് ഹാജിമാർക്ക് സവീഖ് പിഴിഞ്ഞു കൊടുക്കുന്ന കാന യലുത്തു സവീഖ് എന്നതിൽ നിന്ന് ആണ് ലാത്ത് എന്ന് വന്നത് എന്ന് ഒരഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ഖബറിന് മുകളിൽ പിന്നീട് അവർ ബിംബമുണ്ടാക്കി എന്നാണ് ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം. ഉസ്സ എന്നത് അത് മരമായിരുന്നു, മനാത്ത എന്നത് ഒരു പാറയായിരുന്നു, കല്ലായിരുന്നു.
അപ്പോൾ അവരിതിനെയൊക്കെ ആരാധിച്ചിരുന്നു എന്നത് ഈ ആയത്തുകളിൽ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ഹദീസു അബി വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു. അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. قال അദ്ദേഹം പറഞ്ഞു خرجنا مع النبي صلى الله عليه وسلم الى حنين. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. വനഹ്നു ഞങ്ങൾ ഹുദസാഉ അഹ്ദിൻ ബികുഫർ, കുഫറിനോട് കാലം കൊണ്ട് അടുത്തവരായിരുന്നു, അടുത്ത് ഇസ്ലാമിലേക്ക് വന്നവരായിരുന്നു. വലിൽ മുശ്രിക്കീന സിദ്റ, മുശ്രിക്കുകൾക്ക് ഒരു മരമുണ്ടായിരുന്നു. യഖിഫൂന ഇൻദഹ, അവരവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കൂടും. വയനൂത്തൂന ബിഹ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ അവർ കെട്ടിത്തൂക്കും. യുഖാലു ലഹ, അതിന് പേര് പറയപ്പെട്ടിരുന്നത് രാസു അൻവാത്ത് എന്നായിരുന്നു. ആ മരത്തിന്റെ പേര് രാസു അൻവാത്ത്. ഇത് കെട്ടിത്തൂക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത്. ഫമറർന ബിസിദ്റ, അങ്ങനെ ഞങ്ങൾ ഒരു മരത്തിന്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ഒരു ദാതു അൻവാത്ത്, തൂക്കിയിടാനുള്ള ഒരു മരം, ആയുധങ്ങൾ തൂക്കിയിടാനുള്ള ഒരു മരം ഏർപ്പെടുത്തി തന്നാലും. ആയുധങ്ങൾ വെറുതെ കയ്യിലെ ഭാരം വയ്ക്കാൻ വേണ്ടി തൂക്കിയിടുന്നതല്ല, അതിൽ തൂക്കിയിട്ടാൽ അതുകൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കുമെന്നാണ് വിശ്വാസം. അതിനുവേണ്ടിയുള്ളതാണ് ആ മരം. അതുപോലെ ഞങ്ങൾക്കൊരു മരം ഏർപ്പെടുത്തി തന്നാലും കമാലഹും ദാസുഅൻ വാത്ത്, അവർക്ക് ദാസുഅൻ വാത്ത് എന്ന മരമുള്ളതുപോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹ് ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഇത് പഴയ ചര്യകൾ പിൻപറ്റലാണ്. അള്ളാഹുവാണ്, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ, ആത്മാവാരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ബനൂ ഇസ്രായേൽ സന്തതികൾ മൂസാ നബിയോട് ചോദിച്ച പോലത്തെ ചോദ്യമാണിത്. അവരെന്താണ് ചോദിച്ചത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുള്ളതുപോലെ. ഒരു ബിംബത്തിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരുടെ അരികിലൂടെ കടന്നുപോയപ്പോൾ ബനൂ ഇസ്രായേലർ ചോദിച്ചതാണ്, അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒന്നിനെ ഏർപ്പെടുത്തി തന്നാലും. മൂസാ നബിയെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ വിവരം കെട്ടൊരു വിഭാഗമാണ്. ഇന്ന ഹഉലാഇ മുതബ്ബറും മാ ഹും ഫീഹി വബാതിലുൻ, അവർ ഇവർ ചെയ്യുന്നതെല്ലാം തകർന്നു പോകുന്നതാണ്, ഇവരുടെ പ്രവർത്തനമെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ നിങ്ങളെ ലോകരിൽ ഇന്ന് നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ലോകത്തുള്ള മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ നിങ്ങൾക്ക് ഞാൻ തേടിപ്പിടിച്ചു തരണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു. നോക്കൂ, ബാൾ തൂക്കിയിടാൻ അതിൽ നിന്ന് ബർക്കത്തെടുക്കാനുള്ള ഒരു മരം ആവശ്യപ്പെട്ടതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിംബത്തെ ആവശ്യപ്പെട്ടതിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്. ഈ ഹദീസ് എന്താണ് യഥാർത്ഥത്തിൽ? അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടതാണ്. ഹുനൈൻ യുദ്ധം ഫത്ഹ് മക്കയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. മക്ക വിജയത്തിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആ മക്കയിൽ അപ്പോൾ മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. അവരെയും കൂട്ടിയിട്ടാണ് ഹുനൈനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. ഹവാസിൻ ഗോത്രക്കാരുമായിട്ടാണ് ഹുനൈനിലെ യുദ്ധം. അവർ അമ്പെയ്ത്തിൽ വലിയ കഴിവുള്ള ആളുകളായിരുന്നു ഹവാസിൻ. എന്നാൽ എണ്ണത്തിൽ മുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്, എണ്ണത്തിൽ മുസ്ലിമീങ്ങൾ ഒരുപാടുണ്ട്. അതാണ് ഖുർആനിൽ സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞത്, ഇദാ അജബത്കും കസറതുകും ഫലൻ തുഗ്നി അൻകും ശൈആ, നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങൾക്ക് ആശ്ചര്യമുളവാക്കി. വിചാരിച്ച എണ്ണം കൊണ്ട് നമ്മൾ ഇന്ന് ജയിക്കും, ഒരു ഉപകാരവും ചെയ്തില്ല, പിന്തിരിഞ്ഞോടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരെയും ഏതാനും ചില സഹാബിമാരെയും അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. അള്ളാഹു മലായിക്കത്തിന്റെ സഹായം ഇറക്കി ഹുനൈനിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉറച്ചു നിന്നു. അവിടുത്തെ വെള്ള നിറത്തിലുള്ള കോവർ കഴുതയുടെ പുറത്തു നിന്ന് അവിടുന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അന നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്,
ഞാനാണ് നബി, കളവല്ല. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബൂ സുഫിയാൻ എന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ബന്ധുവായ അബൂ സുഫിയാൻ ഈ ബഗലിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനമൃഗത്തിന്റെ അതിനെയും പിടിച്ച് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ആദ്യം ചിതറുകയുണ്ടായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വിജയം നൽകി. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അടുത്ത് ആയവരായിരുന്നു. അതെന്തിനാണ് അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഈ ചോദ്യം ചിലർ ചോദിക്കാനുണ്ടായ കാരണം അതാണ്. അവർ യഥാർത്ഥത്തിൽ ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിന്റെ മൂല്യങ്ങളോട് യോജിക്കാത്ത ഈ ചോദ്യം ചോദിച്ചത്. മുശ്രിക്കുകൾക്ക് ഒരു മരമുണ്ടായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? യഅ്കിഫൂന ഇൻദഹ, അവിടെ ഇങ്ങനെ ഉഖൂഫ് നടത്തുക. എന്താണ് ഉഖൂഫ് എന്ന് പറഞ്ഞാൽ? ഈ ഇഅ്തികാഫ് നമുക്കറിയാം, മസ്ജിദിൽ തന്നെ കഴിച്ചുകൂട്ടുക. മുശ്രിക്കുകൾ അവർ ഇബാദത്ത് ചെയ്യുന്ന ദർഗയാകട്ടെ എന്താകട്ടെ അതിനെങ്ങനെ ചുറ്റിപ്പറ്റി കൂടുക എന്നുള്ളത് അവരുടെ സ്വഭാവമായിരിക്കും. അതിങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി കുറെ ഇങ്ങനെ കളിക്കും. അതുപോലെ അവരുടെ ആയുധങ്ങൾ അവിടെ കെട്ടിത്തൂക്കും. ഞങ്ങൾക്ക് അതുപോലെ ഒരു മരം ഏർപ്പെടുത്തി തന്നാലും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിക്കാത്തതിൽ നിന്ന് ബറക്കത്തെടുക്കുക എന്നത് പാടില്ലാത്ത പ്രവൃത്തിയാണ്. അല്ലാഹു ചിലതിൽ ബറക്കത്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സംസം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ മസ്ജിദുകൾ അതെല്ലാം ബറക്കത്തുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു ബറക്കത്ത് നൽകാത്തതിന് ബറക്കത്തുണ്ട് എന്ന് നമ്മൾ പറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വസ്തുവിൽ നിന്ന് എങ്ങനെയാണോ ബറക്കത്ത് എടുക്കേണ്ടത് അങ്ങനെ ബറക്കത്ത് എടുക്കാൻ പാടുള്ളൂ. രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, അല്ലാഹു ബറക്കത്ത് നൽകിയ സ്ഥലങ്ങൾക്കേ ബറക്കത്ത് പറയാൻ പാടുള്ളൂ. ഇത് ഇന്ന ഖ്വാജ മറമാടപ്പെട്ട സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ ബറക്കത്തുണ്ട്. ഇവിടെ കൊളുത്തിവെച്ച വിളക്കിന്റെ നെയ്യിന് ബറക്കത്തുണ്ട്. അത് വരുന്ന ആളുകൾക്ക് കയ്യിലൊഴിച്ചു കൊടുക്കും. ഇവിടെ ഈ ഖബറിന്റെ മുകളിൽ പുതച്ച തുണിക്ക് ബറക്കത്തുണ്ട്, അതുകൊണ്ട് അത് തൊടുകയും അതുകൊണ്ട് ശരീരത്തിൽ തടവുകയും ഒക്കെ ചെയ്യും. ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ഷിയഈ രാജ്യമായ ഇറാനിന്റെ ഒരു സൈനിക തലവനായിരുന്ന ഖാസിം സുലൈമാനി, അയാൾ കൊല്ലപ്പെട്ടപ്പോൾ അയാളുടെ ശവശരീരം കൊണ്ട് പോകുന്ന വാഹനപ്പുറത്ത് ഇത് മയ്യത്തിങ്ങനെ വലിയ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഭൗമ ഒന്നാകെ ചുറ്റും കൂടിയിരിക്കുകയാണ്. ഓരോരുത്തർ തുണി വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതിന്റെ മുകളിലുള്ള ആളെന്താ ചെയ്യുന്നത്? ഈ തുണി ഈ ശവപ്പെട്ടിക്ക് ഒരച്ചിട്ട് തിരിച്ചെറിഞ്ഞു കൊടുക്കുക. എത്രയോ മനുഷ്യർ. സുബ്ഹാനല്ലാഹ്, ഖൗമിന്റെ അവരുടെ നിന്യത നോക്കൂ. ഈ ഖൗമിനെ കൊണ്ടാണ് ചില വിവരമില്ലാത്ത ആളുകൾ ആവേശം കൊള്ളുന്നത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് എന്ത് നേട്ടമായിരിക്കും അവർ വരുത്തി വെക്കുക? ഒരിക്കലുമില്ല സഹോദരങ്ങൾ. അത് ഇസ്ലാമിന്റെയും പേര് പറയുന്ന കള്ളച്ചരക്കാണ്. ആ രാജ്യവും അതിലെ ഭരണാധികാരികളും അതിന്റെ ആളുകളുമെല്ലാം ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ്. യഹൂദി നസ്രാനികളെക്കാൾ വലിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ അവരാണ്. അവരെ കുറിച്ച് നന്നായി നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സംശയലേശമന്യേ അത് ബോധ്യപ്പെടും. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇന്നും എക്കാലത്തുമുള്ള പേരുദോഷവും എല്ലാ ഷർറും വരുത്തി വെച്ച ഒരു വിഭാഗമാണ് ആ വിഭാഗം, റാഫിദി വിഭാഗം എന്നത്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. അപ്പൊ നോക്കൂ, അവരുടെ പ്രവൃത്തി നോക്കൂ. എന്നതുപോലെ പറഞ്ഞു വന്നത്, അള്ളാഹു ബറക്കത്ത് നൽകിയ സ്ഥലത്തിനല്ലാതെ കാര്യങ്ങൾക്കല്ലാതെ ബറക്കത്ത് നൽകുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കഅബയാണ് നമ്മൾ തവാഫ് ചെയ്യുക. നമ്മൾ മുത്തുക, ചുംബിക്കുക. ഹജറുൽ അസ്വദാണ് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട നാളെ ഖിയാമത്ത് നാളിൽ അത് സ്പർശിച്ചവർക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഹജറുൽ അസ്വദ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതുപോലെ حجرنا من الله تعالى على انك حجر لا تنفع لا تضر ولا تنفع ولولا اني رايت رسول الله صلى الله عليه وسلم يقبلك ما قبلت എനിക്കറിയാം ഈ ഒരു കല്ല് മാത്രമാണ്. എന്തിനാ പറയുന്നത്? കല്ല് വെക്കാനാണോ? കൂടെയുള്ളവർക്ക്
തീർക്കാനാണ്. ഈ ഉപകാരം ഉപദ്രവങ്ങൾ ചെയ്യുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹീനാണ് പഠിക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പുതിയതായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാൻ, നമുക്ക് പുതിയതായി എന്തെങ്കിലും വർഷത്തുണ്ടാക്കാൻ ഇസ്ലാമിൽ പാടില്ല. അതാണ് ഇസ്ലാമും മറ്റുള്ള ജീവിതം തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ള ജീവികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒരാൾ ഒരു സ്ഥലത്തിന് എഴുതി കത്തിച്ചിട്ടുണ്ടാവും. അയാൾ സ്വപ്നം കണ്ടതിന്റെ പേര് കത്തിച്ചു. കുറച്ചാളുകൾ കഴിഞ്ഞാൽ കാണാം അത് വലിയൊരു ആരാധനാ കേന്ദ്രമാണ്. അതിനെക്കുറിച്ച് കഥകൾ. ഇത് എല്ലാ സൗകര്യമുള്ള ചെറുപ്പിന്റെ ആളുകൾക്കുള്ള സ്വഭാവമാണ്. പല ദരിദ്രവും അങ്ങനെയല്ലേ. ഇവിടെ വന്നിട്ടുള്ള നാട്ടിലായിരുന്നു സ്വപ്നം കണ്ടതേ. ഇവിടെ മഹാൻ പണ്ടുകാലത്ത് ജീവിച്ചിരുന്നു. അങ്ങനെ പിന്നെ അവിടെ കവർ കെട്ടിപ്പൊക്കും. അവിടെ അതുമായി ചുറ്റിപ്പറ്റി ചില ആളുകളുണ്ടാവും. കഥകൾ തുറക്കും. കുറെ കഥകൾ, യാതൊരു അടിസ്ഥാനമില്ലാത്ത കഥകൾ, പേരും ഊരും പേര് പോലും അറിയാത്ത ആളുകൾ. പണ്ടൊരു കഥ പറയാത്ത ഒരാള് പോത്ത് കച്ചവടക്കാരനായിരുന്നു. അയാൾ പോത്ത് കളയുന്നത് കുറെ നാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കും. ഒരു സ്ഥലത്ത് നിൽക്കുകയില്ല. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ പോത്ത് ഒന്ന് ചത്തുപോയി. അയാൾ പൂച്ചു. അയാൾ പിന്നെയും സഞ്ചരിച്ചു. കുറെ കാലം ഇങ്ങനെ തിരിച്ചെത്തിയ ഈ നാട്ടിൽ ഇയാൾ പൂച്ചിട്ട സ്ഥലത്തില്ല. ഇയാൾ പോത്തിനെ പൂച്ചിട്ട സ്ഥലത്ത് ഒരു ദർഗ പൊങ്ങിയിരിക്കും. ഇങ്ങനെയാണ് ശിർക്കിന്റെ ആളുകളുടെ പലരുടെയും കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ മുസാനബിയോട് കൗമ് ചോദിച്ചതുപോലത്തെ ചോദ്യമാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസാനബിയുടെ ജനത അല്ലാഹു ഫിർഔനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തി. ഫിർഔനിനെ അല്ലാഹു അവരുടെ കൺമുന്നിൽ വെച്ച് മുക്കി നശിപ്പിച്ചു. അല്ലാഹുവിന്റെ മഹത്തരമായ ആയത്തുകൾ കണ്ട ഈ ജനങ്ങളാണ് പിന്നീട് ഒരു വിമർശനം കണ്ടപ്പോൾ മുസാനബി ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്കും ഏർപ്പെടുത്തി സഹായിക്കും. സഹോദരങ്ങളെ, അവരെത്ര ബുദ്ധിയില്ലാത്തവരായിട്ട് എന്ന് ആലോചിക്കുന്നതോടൊപ്പം നമ്മൾ ചിന്തിക്കുക, ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം അവൻ ഹൃദയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനോട് തൗഹീദ് ഉറപ്പിച്ചു നിർത്താൻ, ശിർക്കിൽ നിന്ന് കാത്തിരിപ്പിക്കാൻ ദുആ ചെയ്യുക. ഇത് മുശ്രിക്കുകൾ അവർ ആരാധിച്ചതിൽ കല്ലും മരവും ഒക്കെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് സൂറത്തുൽ ഇസ്മിലെ ആയത്തുകളും അതുപോലെ അബൂ വാഖിദ് അൽ-ലൈഥി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഹദീസ്. ഇതോടെ നമുക്ക് 3 ഖായിദകൾ മനസ്സിലായി. ശിർക്കും തൗഹീദും വേർതിരിക്കാനുള്ള 3 അടിസ്ഥാന തത്വങ്ങൾ. ഒന്ന്, വക്കീല മുശ്രിക്കുകൾ അവർ അല്ലാഹുവാണ് കർത്താവും നിയന്താവും എന്ന് വിശ്വസിച്ചിരുന്നു. 2, അവരവരുടെ ഇലാഹുകളെ ആരാധിച്ചത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനും അല്ലാഹുവിലേക്ക് ശുപാർശക്കാരാണ് ഇവർ എന്ന് നിൽക്കുന്നതാണ്. 3-മത്തേത്, അവർ വെറും ബിംബത്തെയും അല്ലെങ്കിൽ കല്ലിനെയും മരത്തിനെയും മാത്രം ആരാധിച്ചവരായിരുന്നില്ല. അവർ നബിമാരെ, ഫാദിലുകളെ, മലക്കുകളെ, കല്ലിനെ, മരത്തിനെ, ഇതൊക്കെ ശുദ്ധൂരിനെ, ചന്ദ്രനെ, ഇതിനൊക്കെ ആരാധിച്ചവരായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം ശുദ്ധ യഥാർത്ഥത്തിൽ അത് ഒന്ന് തന്നെയാണ്. അവരെല്ലാം മുശ്രിക്കുകളായി തീർന്നു. ഫാദിലുകൾ ആരാധിച്ചു എന്നതുകൊണ്ട് അവരുടെ ശിർക്കല്ലാതായില്ല. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കാലത്തുമുള്ള ശിർക്കും തൗഹീദും വേർതിരിക്കാൻ, ശിർക്കിന്റെയും തൗഹീദിന്റെയും ആളുകളെ വേർതിരിക്കാൻ, ശിർക്കിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്ന വ്യാജവാദങ്ങളും ന്യായങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഹീദിലായി പഠിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا باسماعنا وابصارنا وقوتنا ما احييتنا، واجعله الوارث منا، واجعل ثارنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.